ഞങ്ങളുടെ കൗണ്ടിംഗ് ഏജന്റ് സലാഹുദ്ദീനാണ്. രക്തത്തിൽ കുളിച്ചാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്. 2:45-3 മണി സമയത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ MSFന്റെ ഭാരവാഹിയായിട്ടുള്ള മുബഷിറാണ്, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇദ്ദേഹത്തെയൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. മർദ്ദിച്ചിട്ട് 2:45-3 മണി സമയത്ത് മർദ്ദിച്ച് അവശനാക്കി അതിനകത്തിട്ടിട്ട് 8 മണിക്കാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്. സലാഹുദ്ദീൻ്റെ തലക്ക് പരിക്ക് പറ്റി, അദ്ദേഹത്തിന് 8 സ്റ്റിച്ചുണ്ട്. ആ 8 സ്റ്റിച്ചുള്ള അദ്ദേഹത്തെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടയുകയാണ്. നോക്കൂ നിങ്ങൾ, ചോരയിൽ വാർന്നു കിടക്കുന്ന വിദ്യാർത്ഥികൾ. എന്താ അവർ ചെയ്ത തെറ്റ്? SFIയുടെ കൊടി പിടിച്ചില്ല, SFIക്ക് വേണ്ടി മത്സരിച്ചില്ല, ഞങ്ങൾ SFIക്ക് എതിരെ നിന്നു എന്നാണ് അവർ ചെയ്ത തെറ്റ്. അതിക്രൂരമായി മർദ്ദിക്കുക മാത്രം, രക്തം വാർന്നൊഴുകി അവർ ബോധരഹിതരായി കിടക്കുന്ന സമയത്ത് പോലും ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, ഈ വോട്ടെണ്ണി വിജയം പ്രഖ്യാപിക്കണം എന്നാണ് SFIയുടെ മഹാനായ സെക്രട്ടറി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ പറയുന്നത് നരഭോജികളേക്കാൾ ഹൃദയശൂന്യരാണ് SFIയുടെ നേതാക്കന്മാർ എന്ന് പറയാതിരിക്കാനാവില്ല. സാധാരണ പ്രവർത്തകന്മാരോ അണികളോ ഒക്കെ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന നേതാക്കന്മാരാണ്. ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. കൗണ്ടിംഗ് സ്റ്റേഷനകത്തേക്ക് ഇരച്ചു കയറി വന്നത്. അദ്ദേഹത്തിന് എന്താണ് കൗണ്ടിംഗ് സ്റ്റേഷനിൽ കാര്യം? SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൗണ്ടിംഗ് സ്റ്റേഷനകത്ത് എന്താണ് കാര്യം? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൗണ്ടിംഗ് സ്റ്റേഷനിൽ കയറാൻ അനുവദനീയമായ ഒരാളെ അല്ല. അവിടെ ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും പുറത്തുണ്ടാവും, സ്വാഭാവികമാണ്. ജയിച്ചാൽ സ്വീകരിക്കാൻ SFIയുടെ സംസ്ഥാന ഭാരവാഹികൾക്കും പുറത്തുണ്ടാകാം. പക്ഷേ കൗണ്ടിംഗ് സ്റ്റേഷൻ്റെ അകത്ത് കയറി വിജയം പ്രഖ്യാപിക്കുന്നത് വരെ അതിനകത്തിരുന്ന് ബാലറ്റ് കള്ളവോട്ട് എണ്ണണം എന്ന് വാശി പിടിക്കുന്ന ഒരുപക്ഷെ SFIയുടെ ചരിത്രത്തിലെ ഇത്ര നഗ്നമായ തിരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയ ഒരു സെക്രട്ടറിയായി പുതിയ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ SFI നടന്നൊരു പ്രചരണമുണ്ട്. ഇപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതിക്രൂരമായി മർദ്ദനമേറ്റ് കിടക്കുന്ന മുബഷിറിൻ്റെ പേരിൽ ഒരു പുതിയ ആരോപണമാണ്. SFIയുടെ ഒരു പെൺകുട്ടിയെ മുബഷിർ തല്ലി എന്ന് പറഞ്ഞ് വലിയ പ്രചരണമാണ്. അതിന് തെളിവുണ്ടോ? തെളിവില്ല. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഇല്ല. അല്ലെങ്കിൽ SFIയുടെ സ്ഥിരമായൊരു നമ്പറാണ്. അവർ 2-3 കാര്യങ്ങൾ എപ്പോഴും ചെയ്യും. ഒരു ക്യാമ്പസിൽ നല്ല 4 കുട്ടികൾ വന്ന് SFIക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ വെച്ച് ഒരു ആരോപണം ഉന്നയിക്കുക. അവൾ എന്നെ തല്ലി, അവൻ എന്നെ തല്ലി, അല്ലെങ്കിൽ എന്നെ കയറി പിടിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് ഉണ്ടാക്കുക. ഇതിൻ്റെ ആ ചെറുപ്പക്കാരെ ഡാമേജ് ഉണ്ടാക്കുക. പണ്ട് മലയാള സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ടല്ലോ, നല്ല 4 ചെറുപ്പക്കാരുണ്ടായാൽ അവരെ ഏതെങ്കിലും പെണ്ണ് കേസൊക്കെ വെച്ച് അവരെ മോശമാക്കണം എന്ന് പറഞ്ഞ പോലെ ക്യാമ്പസിൽ SFI എതിർക്കുന്നവർക്കെതിരെ മുഴുവൻ ക്യാമ്പസിൽ ഏതെങ്കിലും 4 പെൺകുട്ടികൾ, SFIയുടെ പെൺകുട്ടികൾ വന്ന് എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്നെ മറ്റെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. ഇതിനെന്തെങ്കിലും തെളിവുണ്ടെന്ന് ചോദിച്ചാൽ ഒരു തെളിവില്ല. നമുക്കറിയാം, രാജ്യത്ത് സ്ത്രീകളെ സംബന്ധിച്ച്, പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒന്നാണ്. അതവർ പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ട, നിയമപരമായി പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന ജനാധിപത്യ ബോധത്തിന് പേരിൽ നമ്മളുണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങളെപ്പോഴും ദുരുപയോഗം ചെയ്ത് SFIക്ക് എതിരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ, അതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമമാണ് SFI ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് ഏകപക്ഷീയമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഏകപക്ഷീയമാണ് ഇടപെട്ടത് എന്ന് മാത്രമല്ല, പോലീസ് 2 FIR ആണ് നിലവിൽ രജിസ്റ്റർ ചെയ്തത്. ഞാൻ നേരത്തെ കാണിച്ച അതിക്രൂരമായി പരിക്ക് പറ്റിയ ഈ കുട്ടികൾ, ഇവരാരാണ് തല്ലിയത്? ആ തല്ലിയ ആളുകൾക്കെതിരെ FIR വേണ്ടേ? ഇവർക്ക് എവിടുന്നാണ് പരിക്ക് പറ്റിയത്? ഇവിടെ തല പൊട്ടി സ്റ്റിച്ചിട്ടുണ്ടല്ലോ, രക്തം വാർന്നൊഴുകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർക്കെതിരെയുള്ള കേസിൽ ആരാണ് പ്രതികൾ? പോലീസ് പറയുന്നത് അവർക്കൊന്നും പ്രതികളല്ല, എല്ലാ പ്രതികളും MSFകാരും KSUകാരുമാണ്. 22 പേരുടെ പേരിലാണ് പോലീസ് കേസെടുത്തത്. ആ 22 പേരും MSFിൻ്റെയും KSUവിൻ്റെയും ഭാരവാഹികളാണ്. ഇതിൻ്റെ കണ്ടാൽ അറിയാവുന്ന 100 പേർ എന്ന് പറയുകയാണ്. ഇന്നലെയും ഇന്നുമായി വ്യാപകമായി പ്രവർത്തകന്മാരുടെ വീട് കയറി അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് ഗുണ്ടകളായി മാറുകയാണ്. അവർ കയറുന്നത് മുഴുവൻ MSFിൻ്റെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരുടെ വീട്ടിലാണ്.